മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് അത് വികസിച്ച് വന്നിട്ടുള്ളത് സമരങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്, പ്രക്ഷോഭങ്ങളിൽ അധിഷ്ഠിതമായിട്ടാണ്. നമുക്ക് ആ ചരിത്രം പഠിച്ചാൽ മനസ്സിലാവും. കമ്മ്യൂണിസം, ഇനി പ്രത്യേകിച്ച് മാർക്സിസം, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് ചിന്താധാരകൾ ഒത്തൊരുമിച്ച് വന്നിട്ടുള്ള ആ ഒരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ് ശക്തി പ്രാപിച്ചിട്ടുള്ളതൊക്കെയും സംഘർഷങ്ങളിലൂടെയും സമരങ്ങളിലൂടെയും പ്രക്ഷോഭങ്ങളിലൂടെയാണ്. അപ്പം ഭരണത്തിരിക്കുമ്പോൾ അവയ്ക്ക് സാധ്യതയില്ല. ഭരണത്തിനെതിരായി പ്രക്ഷോഭം ചെയ്യാൻ അസാധ്യമാണ്. അപ്പോൾ പ്രക്ഷോഭങ്ങളില്ലെങ്കിൽ അവർ തളരും. അപ്പോൾ എവിടെ CPM ഭരിക്കുന്നുണ്ടോ തുടർച്ചയായിട്ട് അവിടെ അവർ ദുർബലരാവും. എപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്നുണ്ടോ അപ്പോൾ സുശക്തരാവും. കാരണം അവിടെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഒഴിഞ്ഞ നേരം ഉണ്ടാവില്ല. ഇവർ ചെയ്തു വെച്ചതിന് തുടർച്ച അവർ കഷ്ടപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവർ സമരം ചെയ്യും. അത് തുടങ്ങി വെച്ച് ഞങ്ങളാന്നപ്പോൾ ആലോചിക്കില്ല. അതാണ് അതിൻ്റെ രീതി. തിരിച്ച് പൊതുവെ ഒരു കോൺഗ്രസിൻ്റെ ഒരു രീതി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അധികാരമുള്ളപ്പോഴാണ് അത് ശക്തരായിട്ടുള്ളത്, പ്രബലരായിട്ടുള്ളത്. അവരെപ്പോഴും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ദുർബലരാകുന്നതാണ് കാണുന്നത്. നമ്മുടെ നിരീക്ഷണത്തിൽ നമുക്ക് മനസ്സിലാവും, തെറ്റായിരിക്കാം. പക്ഷെ ഓരോരുത്തർക്കും നിരീക്ഷണത്തിലുള്ള അധികാരമുണ്ട്. ഇതൊന്നും നമ്മൾ പൊതുവേദി പ്രസംഗിക്കുന്നില്ല. ചോദിച്ചാൽ പറയും. അങ്ങ് ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്.